കുരുമുളക് പറിക്കലാണ് എൻ്റെ ഇന്നത്തെ ദൗത്യം. അപ്പോൾ ഞാൻ ഒരു ഇരുമ്പിൻ്റെ കോണി ലാഡർ കൊണ്ടിട്ട് ചാരി വെച്ചേക്കണം. അപ്പോൾ ഈ പണ്ടൊന്നും ഇതുപോലത്തെ ലാഡർ ഇല്ല. അന്നൊക്കെ മുളയുടെ ഏണിയാണ് വെക്കുക. ഈ തൊട്ടി ഉണ്ടോ, തൊട്ടി മേ ബി ഇവിടെ മലയാളം. ഇതിന് ഒരു ബാഗ്, ഇത് പാള, അതായത് കവുങ്ങിൻ്റെ പാള കൊണ്ടുണ്ടാക്കിയ തൊട്ടിയാണ്. പണ്ടൊക്കെ മുള കൊണ്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഇതായിട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ തൊട്ടി റെഡിയാണ്, കോണി റെഡിയാണ്. അപ്പോൾ പണ്ടൊക്കെ മുള ഏണി വെച്ചിട്ടാണ് കയറുക. ഇന്ന് ബാമ്പു ഷൂട്ടൊന്നും കാണാനില്ല, അതുകൊണ്ട് നമ്മൾ ഈ മുളയുടെ ഏണി വെച്ചിട്ട് കയറി. കണ്ടോ, ധാരാളം കുരുമുളക്, ബ്ലാക്ക് പെപ്പർ എന്ന് പറയാൻ പാടില്ല, കാരണം ഗ്രീൻ പെപ്പറാണ്. ഇത് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ. കിട്ടുന്ന മണിയാണ് വൈറ്റ് മണി, ബ്ലാക്ക് മണിയല്ല. അപ്പോൾ ഇത് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു പുതുമഴ പെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ വള്ളികൾ ഒരു 2 അടി നീളത്തിൽ മുറിക്കുക. ഒരു കാലിൻ്റെ അടയ്ക്കുക, ഒരു കരിശങ്കാല് അല്ലെങ്കിൽ തെങ്ങ് അല്ലെങ്കിൽ കവുങ്ങ്, അതിൻ്റെ കവുങ്ങൊക്കെ അതിന് 1 അടി അകലത്തിൽ നമ്മളിത് നട്ടു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 2 അടി അകലത്തിൽ ഇത് കുഴിച്ചിടുക, തെങ്ങിൻ്റെ അടയ്ക്കും കവുങ്ങിൻ്റെ അടയ്ക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ വേരുകളൊക്കെ വന്നിട്ട് കുരുമുളകിൻ്റെ കടയൊക്കെ ആകെ നശിപ്പിച്ച് കളയും. അപ്പം നമ്മൾ കരിശുമരം അങ്ങനെയുള്ളതിൻ്റെയൊക്കെ 1 അടി അകലത്തിൽ വെച്ചിട്ട് കുഴിച്ചിടുക. അത് കഴിഞ്ഞിട്ട് ഇത് മരിക്കാണ്ട് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ പുതുമഴയ്ക്ക് നിങ്ങളുടെ അടുത്ത് വല്ല കൃഷിക്കാരനെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കുരുമുളക് വള്ളികളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും, പൈസയൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഒരു 2 അടി നീളത്തിൽ 1 അടി മണ്ണിൻ്റെ അടി വയ്ക്കുക, 1 അടി മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ 2-3 മഴ കഴിയുമ്പോൾ കുരുമുളകൊക്കെ പൊടിച്ചു വരും. ഇതുപോലെ തന്നെ കയറിപ്പോവും. നമ്മളൊന്നും ചെയ്യണ്ട. ഈ മരത്തുമ്മൊക്കെ തന്നെ അങ്ങോട്ട് അള്ളിപ്പിടിച്ച് ഇതിനൊരു അട്ടക്കാൽ എന്ന് പറയും. ഈ അട്ടക്കാൽ വെച്ചിട്ട് കയറിപ്പോക്കണം. അപ്പോൾ പിന്നത്തെ വർഷം നമുക്ക് കുരുമുളക് കിട്ടും. ഒരു മുതൽ മടക്കും ഇല്ലാണ്. വളം വേണ്ട, വെള്ളം വേണ്ട. ആകെ ഇവന് കയറിപ്പോവാനായിട്ട് ഒരു സപ്പോർട്ട് മരം വേണം, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ 1 വർഷം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് കുരുമുളക് ഉണ്ടായി കിട്ടും. അപ്പോൾ ഇതിന് ചിലവൊന്നുമില്ല, 10 പൈസ മുടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് ഇത് ഒരു കുഴി ഉണ്ടല്ലോ, ഒരു 2 അടി വട്ടത്തിലാണ്ട് കുഴി കുത്തുക, 1 അടി താഴ്ച, എന്നിട്ട് കുറച്ച് ചപ്പ്, ചവറ്, ചകിരിപ്പൊളി അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് നിറയ്ക്കുക, മൂടുക. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ പുതുമഴയ്ക്ക് വെച്ച് കൊടുത്താലേ ഇഷ്ടം പോലെ കുരുമുളക് പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന് ഇതുപോലെ കയറും. അപ്പോൾ നമ്മളൊരു 10 അടിയൊക്കെയാണ് ഉയരത്തിൽ വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കോണിയൊക്കെ വെച്ച് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കുരുമുളക് വള്ളികളൊക്കെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആവശ്യക്കാർക്കൊക്കെ മുറിച്ച് കൊണ്ടുപോകാം, ഉള്ളതൊക്കെ നിങ്ങൾക്ക് തരാം. അപ്പം നമ്മൾ ഈ ഫാമുകളിൽ പോയിട്ട് മേടിക്കാൻ നിൽക്കണ്ട, കാരണം അവരൊക്കെ 50 രൂപ 100 രൂപ വെച്ച് മേടിച്ചെടുക്കും. എന്നിട്ട് കരിമുണ്ടയാണ് പല പേരുകളും പറഞ്ഞിട്ട് എങ്ങനെയും പൈസ തട്ടിയെടുക്കും. അതുകൊണ്ട് പരമാവധി കൃഷിക്കാരുടെ വീടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തലകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ഉണ്ടല്ലേ, ഈ കുരുമുളക് ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. നമ്മൾ വെയിലത്തൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം വെയിലത്തൊക്കെ ഇട്ടിട്ട് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അങ്ങോട്ട് വിൽക്കാം. അപ്പോൾ ബ്ലാക്ക് പെപ്പർ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് മണി അല്ല കിട്ടുക, വൈറ്റ് മണി ആയിരിക്കും. ഇപ്പോൾ ഈ കരിശുമരമൊക്കെ ഞാൻ 2-3 കൊല്ലമായിട്ട് വെട്ടി കളഞ്ഞിട്ടില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ ഇത് വെട്ടിക്കളയണം. കേട്ടോ, ഒരു കോണി, ഒരു 10 അടിയുടെ കോണിയും പിന്നെ നമ്മളൊരു 4-5 അടിയൊക്കെ ഉയരം അതിൽ വെച്ചിട്ട് മുറിച്ച് കളഞ്ഞേക്കണം. അപ്പോൾ വയനാട് ജില്ലയിലൊക്കെ വരണേലേ ഇതുപോലെയൊക്കെ ഒരു 10 അടി ഉയരം ഉണ്ടാവുള്ളൂ കൂടിയത്. അല്ലെങ്കിൽ നമ്മൾ ഇടുക്കി ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ കുരുമുളക് ചെടികൾ നടന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഏതെങ്കിലും മരത്തമ്മയ്ക്ക് കയറിയിട്ട് വിടും. എന്നിട്ട് ഇത് പൊട്ടിച്ചെടുക്കണേ കണ്ടില്ല, കോണിയും വെച്ച് മുകളിൽ കയറിയിട്ട് പൊട്ടിക്കണം. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അത് കുരുമുളക് നുള്ളിയെടുക്കാനായിട്ട്, പറിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ പൊട്ടിച്ചെടുക്കാനായിട്ട് ഇഷ്ടം പോലെ ജോലിക്കാരായിരുന്നു. ഇന്ന് നമ്മൾ വിളിച്ചാലൊന്നും അവർ വരില്ല. ഇന്നത്തെ എല്ലാവരും ഓരോ സൂത്രശാലികളാണ്. അവർ കൃഷിക്കാരനോട് പറയും,
ചേട്ടൻ ഇതൊക്കെ പൊട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വരൂല, വിളിച്ചാൽ വരൂല, വരാന്ന് പറയും, വരില്ല. അപ്പോൾ ഈ മഞ്ചപ്പെട്ടിയമ്മ എഴുതി വെച്ചാൽ കാണാം ഇന്ന് ഞാൻ നാളെ നീ, അതുപോലെ നാളെ നീളയായിട്ട് പോവും. അപ്പം നമ്മൾ കൃഷിക്കാർ പരമാവധി കിട്ടിയ കാശിന് ഇവർക്ക് തന്നെ കമ്മതി, അതായത് മൊത്ത കച്ചവടം അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ കൃഷി ചെയ്യുന്നവൻ വിഡ്ഢി കണ്ടോ. അപ്പം ഇന്ന് മിക്കവാറും കൃഷിക്കാർക്ക് വിഡ്ഢികൾ തന്നെയാണ്. കാരണം അവൻ കൃഷി ചെയ്യും, കൊയ്യുന്നത് മുഴുവനും വല്ലവനായിരിക്കും. അപ്പം നമ്മൾ ഈ കൃഷിക്കാർ അല്പം ബിസിനസ് കൂടി ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ നിൻ്റെ പണം മുഴുവനും വല്ല കച്ചവടക്കാരും കൊണ്ടുപോയി അടിച്ചു മാറ്റും കണ്ടോ. അപ്പം ഞാനൊക്കെ കൃഷിയും ബിസിനസ്സും കൂടി കാരണം എന്നെ ഒന്നും അങ്ങനെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റില്ല, കണ്ടില്ലേ. അപ്പോൾ കുരുമുളക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രീൻ പെപ്പർ. അപ്പോൾ ഈ ഗ്രീൻ പെപ്പറിനെ നമ്മൾ വെയിലത്തിട്ട് 1 ദിവസമോ 2 ദിവസം അതിൻ്റെ സമയത്തിന് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ, പിന്നെ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് മേടിക്കാൻ കിട്ടും, അതാണ് വൈറ്റ് പെപ്പർ. അപ്പോൾ ഇതുണ്ട്, ഇത് ചെറിയ ചെടി നിൽക്കണില്ലേ, കഴിഞ്ഞ മഴയ്ക്ക് നട്ടാണ്. അപ്പോൾ ഇത്തിരി ലേറ്റായിട്ടാണ് നട്ടത്, അതുകൊണ്ട് ഉയരം കുറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ ഈ കവുങ്ങിൻ്റെ പട്ട ഈ ഓല വെച്ച് ആകുമ്പോൾ കെട്ടി വെച്ചു കണ്ടോ. ഇതാണ് പാള. ഈ പാള കൊണ്ട് പൊളിച്ചിട്ട് കെട്ടി വെച്ചാണെങ്കിൽ ഇതാകുമ്പോൾ ഇപ്പം ഇന്ന് ജനുവരി 8-ാം തീയതിയായി. അപ്പോൾ ചൂടൊക്കെ തുടങ്ങി, കൂടുതൽ ചൂടടിക്കില്ല. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഇതുപോലെ കെട്ടൊന്നും വേണ്ട, തന്നെ അവന് ചൂട് കിട്ടിയോട്ടെ. അപ്പോൾ ഇതൊരു ചെറിയ തൈ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഓല വെച്ച് കൊടുക്കുന്നത് കണ്ടോ. അപ്പം നമ്മളിത് കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണ്ട, ഒന്നും വേണ്ട, വളം വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഇന്നത്തെ ജോലികളൊക്കെ നിർത്തിയിട്ട് ഞാൻ പോവാണ്. സബിത വന്നിട്ട് വിളിക്കുന്നുണ്ട്, പണി നിർത്തി പോരെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മണി 8:45. എനിക്കിന് കുളിച്ച് ഷേവ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും അല്പം അധ്വാനിക്കുക, അപ്പോൾ നമ്മളുടെ ശരീരം നന്നാവും കണ്ടോ. അപ്പോൾ ഇതൊരു പ്ലാവാണ്, അതുമ്മയും അതെ ഞാൻ കുരുമുളക് നട്ടു കൊടുത്തിട്ടുണ്ട് കണ്ടോ. അവൻ തന്നെ അങ്ങോട്ട് കയറിപ്പോക്കണം, നമ്മളൊന്നും ചെയ്യണ്ട, തന്നെ അങ്ങോട്ട് കയറിപ്പോവും. അപ്പം ഇനി ഇപ്പോൾ കുറേശ്ശെ ഉണ്ടായിട്ടുണ്ട് കുരുമുളക്. ഇത് മാവ്, ഈ മാവിൻ്റെ കടയ്ക്ക് വെച്ച് കൊടുത്താൽ മതി, തന്നെ അങ്ങോട്ട് കയറിപ്പോക്കണം, നമ്മളൊന്നും അറിയണ്ട. കുരുമുളക് പൊട്ടിക്കാൻ ചെന്നാൽ മതി. അതാണ് ഈ കണ്ടാൽ കുരുടൻ കാശിൽ ക്യാമെന്ന് പറയുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കുരുടൻ എന്ന് വെച്ചാൽ കണ്ണില്ലാത്തവനല്ല, ബ്ലൈൻഡ് അല്ല.